എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്, നമ്മൾ ഇന്ന് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിന്റെ ഒരു രണ്ടാം ഭാഗമായിട്ടാണ്. അത് വേറെ ഒന്നുമല്ല, കഴിഞ്ഞ വർഷം 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകളുടെ ഒരു ലിസ്റ്റ്, അതായത് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് മലയാള സിനിമയിൽ 2024 വിദേശ മാർക്കറ്റുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകളെ കുറിച്ചാണ്. ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ചിത്രമല്ല വിദേശ മാർക്കറ്റുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിരിക്കുന്നത്. ആ ഒരു പാറ്റേണിലേ അല്ല ഇവിടെ വന്നിരിക്കുന്നത്. വിദേശത്ത് വേറെ പല സിനിമകളുമാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിരിക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ആടുജീവിതമാണ് കേരള ബോക്സ് ഓഫീസിൽ കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത്. എന്നാൽ ആടുജീവിതം ഇവിടേക്ക് വരുന്ന സമയത്ത്, വിദേശ മാർക്കറ്റുകളിലേക്ക് വരുന്ന സമയത്ത് രണ്ടാം സ്ഥാനത്തേക്ക് ആയി പോയിട്ടുണ്ട്. ഒന്നാം സ്ഥാനം മഞ്ഞുമ്മൽ ബോയ്സ് ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും. മറ്റുള്ള സിനിമകളുടെ സ്ഥാനങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതൊരു താരതമ്യം തന്നെ പോലെ നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ മാർക്കോയുടെ കളക്ഷൻ കൂട്ടുന്നില്ല. മാർക്കോ ഇതുവരെ 3.25 മില്യൺ വിദേശത്ത് നിന്ന് നേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അത് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ഫൈനൽ കളക്ഷൻ അല്ല, അത് ഇപ്പോഴും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. കൊറിയയിലൊക്കെ റിലീസ് ഉണ്ടെന്നൊക്കെ പറയുന്നു. ഒഫീഷ്യലായിട്ടൊന്നും ഞാൻ ഓരോരുത്തരും കണ്ടില്ല, അതുകൊണ്ടാണ് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാത്തത്. എന്ത് തന്നെയായാലും സിനിമയ്ക്ക് വലിയ രീതിയിൽ തന്നെ സ്വീകാര്യത വിദേശത്ത് നിന്നും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ ഇത് ചെയ്ത് നോക്കുന്ന സമയത്ത്, കഴിഞ്ഞ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കുറവ് കിട്ടിയ ചിത്രം എന്നുള്ള, അല്ല കുറവ് എന്നല്ല, വിദേശ മാർക്കറ്റുകളിൽ ഏറ്റവും കുറവ് കളക്ഷൻ കിട്ടിയ സിനിമ എന്ന് പറയുന്നത് കിഷ്കിന്ദ കാണ്ഡമാണ്. 3.50 ആയിരുന്നു കിഷ്കിന്ദ കാണ്ഡത്തിന് വിദേശ മാർക്കറ്റുകളിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത്. എന്നാൽ 2, 4, 6, 7ാം സ്ഥാനത്തായിരുന്നു കിഷ്കിന്ദ കാണ്ഡം കേരള ബോക്സ് ഓഫീസിൽ. കിഷ്കിന്ദ കാണ്ഡത്തിന് ശേഷം വേറെ 2 സിനിമകൾ കൂടി കേരള ബോക്സ് ഓഫീസിലുണ്ടായിരുന്നു. പക്ഷേ കിഷ്കിന്ദ കാണ്ഡം വിദേശത്ത്, കേരളത്തിൽ പ്രകടിപ്പിച്ച പോലെയുള്ള ഒരു പ്രകടനം വിദേശത്ത് നിന്ന് നേടിയെടുക്കാൻ സാധിച്ചില്ല. ടർബോയാണ് വിദേശത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകളുടെ അടുത്ത സ്ഥാനത്ത് നിൽക്കുന്നത്. 3.77 മില്യൺ ഡോളറാണ് വിദേശത്ത് നിന്ന് ടർബോയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. ടർബോ പക്ഷേ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 36 കോടിയുമായി ഏറ്റവും അവസാന സ്ഥാനത്തായിരുന്നു എന്നുള്ളത് മറക്കാതിരിക്കുക. ARM ആണ് തൊട്ടടുത്ത സ്ഥാനത്ത് നിൽക്കുന്നത്. ARMന് 3.89 മില്യൺ ഡോളറാണ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചത്. ARM 8.39 മില്യൺ ഡോളറുമായിട്ട് 7ാം സ്ഥാനത്താണ് വിദേശ കളക്ഷനിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, കേരള ബോക്സ് ഓഫീസിലേക്ക് നോക്കുന്ന സമയത്ത് 4ാം സ്ഥാനത്തായിരുന്നു സിനിമ നിന്നത് എന്നുള്ളത് മറക്കാതിരിക്കുക. അടുത്തത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയാണ്. 4.18 മില്യൺ ഡോളറാണ് ഗുരുവായൂർ അമ്പലനടയിലേക്ക് വിദേശത്ത് നിന്ന് കളക്ഷൻ കിട്ടിയിരിക്കുന്നത്. 6ാം സ്ഥാനത്താണ് വിദേശത്ത് കളക്ഷനിലെ ചിത്രത്തിന്റെ സ്ഥാനം. കേരള ബോക്സ് ഓഫീസിലും സിനിമ 6ാം സ്ഥാനത്ത് തന്നെയായിരുന്നു എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അടുത്തത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ 8ാം സ്ഥാനം മാത്രം കീപ്പ് ചെയ്തപ്പോൾ വിദേശ മാർക്കറ്റുകളിൽ 5ാം സ്ഥാനം നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 4.38 മില്യൺ ഡോളറാണ് വിദേശ മാർക്കറ്റുകളിൽ നിന്ന് ഈ ഒരു മൾട്ടി സ്റ്റാർ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. അടുത്തത് പ്രേമലു എന്ന് പറയുന്ന സിനിമയാണ്. പ്രേമലു കേരള ബോക്സ് ഓഫീസിൽ 5ാം സ്ഥാനത്താണ് നിന്നത് എന്നുണ്ടെങ്കിൽ, വിദേശ മാർക്കറ്റുകളിലേക്ക് വരുമ്പോൾ 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 5.07 മില്യൺ ഡോളറാണ് ചിത്രത്തിന് വിദേശ മാർക്കറ്റുകളിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചതെന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നു. അത് കൂട്ടുന്ന സമയത്ത് ഇവിടെ നിന്ന് മുകളിലോട്ടുള്ള സിനിമകളെല്ലാം വലിയ വിദേശ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 5 മില്യൺ എന്നൊക്കെ പറയുന്നത് നിസ്സാര കാര്യമല്ല എന്നുള്ളത് ഓർക്കുക. നമ്മളൊന്ന് റഫായിട്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ പോലും 40 കോടിക്ക് മുകളിൽ ചിത്രത്തിന് വിദേശ മാർക്കറ്റുകളിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. 5 മില്യൺ എന്ന് പറയുമ്പോൾ ഒരു 80 രൂപ കണക്ക് കൂട്ടിയാൽ പോലും 40 കോടിക്ക് മുകളിൽ വരുമെന്നുള്ളത് മറക്കാതിരിക്കുക. അടുത്തത് ആവേശം എന്ന് പറയുന്ന സിനിമയാണ്. കേരള ബോക്സ് ഓഫീസിൽ 2ാം സ്ഥാനം കീപ്പ് ചെയ്ത ആവേശത്തിന് വിദേശ മാർക്കറ്റുകളിലേക്ക് വരുമ്പോൾ 3ാം സ്ഥാനത്തേക്ക് മാത്രമായിട്ട് തള്ളി പോകുന്നത് കാണാൻ സാധിക്കും. 6.58 മില്യൺ ഡോളറാണ് ചിത്രത്തിന് വിദേശ മാർക്കറ്റുകളിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത്. 6.58 മില്യൺ ഡോളർ വിദേശത്ത് നിന്ന് നേടിയെടുത്ത സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത് 76.10 എന്ന് പറയുന്ന വലിയ ഒരു കണക്ക് തന്നെയാണ്. അപ്പോൾ കേരള ബോക്സ് ഓഫീസിലെ കണക്കാണ് ചിത്രത്തിന് ഇത്രയധികം സക്സസിലേക്ക് മാറ്റിമറിച്ചത് എന്നുള്ളത് വേണം വിലയിരുത്താൻ. കാരണം അതിന്റെ പകുതിയിൽ താഴെ മാത്രമാണ് വിദേശത്തു നിന്ന് സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്തത് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയാണ്. പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഏറ്റവും വലിയൊരു കഥാപാത്രം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു സിനിമ തന്നെയായിരുന്നു ആടുജീവിതം. കേരള ബോക്സ് ഓഫീസിലും വിദേശ മാർക്കറ്റുകളിലും വലിയ സക്സസ് ആയി മാറിയ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 158 കോടി രൂപയാണ് ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷനായിട്ട് വന്നത് എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കേണ്ടതാണ്. വിദേശത്ത് നിന്ന് ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിച്ച 7.13 മില്യൺ ഡോളറാണ്.
7.13 മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 60 കോടിക്കടുത്ത് 55-60 കോടിക്കടുത്ത് സിനിമയ്ക്ക് വിദേശ മാർക്കറ്റുകളിൽ നിന്ന് മാത്രമായിട്ട് നേടിയെടുക്കാൻ സാധിച്ചു. ആടുജീവിതം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 79 കോടി 28 ലക്ഷം രൂപയോളം നേടിയെടുക്കാൻ സാധിച്ചു. ഇന്ത്യയിലെ മറ്റ് പല സ്റ്റേറ്റുകളിൽ നിന്നുമായിട്ട് 10 കോടിക്ക് അധികം കളക്ഷൻ നേടിയെടുക്കാനും സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട്. അതായത് സിനിമ റിലീസ് ചെയ്ത എല്ലാ ഭാഗങ്ങളിൽ നിന്നും നല്ല രീതിയിലുള്ള കളക്ഷൻ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്തത് 1-ാം സ്ഥാനത്ത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയാണ്. മഞ്ഞുമ്മൽ ബോയ്സിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നത് വിദേശ മാർക്കറ്റുകളിൽ നിന്ന് തന്നെയാണെന്ന് സൂചിപ്പിക്കുന്നതാണ് കണക്ക്. കാരണം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3-ാം സ്ഥാനത്ത് മാത്രം നിന്ന സിനിമ 72 കോടി 2 ലക്ഷം രൂപയുമായിട്ട് 3-ാം സ്ഥാനത്ത് മാത്രം നിന്ന സിനിമയ്ക്ക് വിദേശ മാർക്കറ്റുകളിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചു 8.80 മില്യൺ ഡോളറാണ്. അത് ഒരു വലിയ സംഭവമായിട്ട് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഈ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ എങ്ങനെ പ്രകടനം നടത്താൻ സാധിച്ചു, അതുപോലെ തന്നെ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ തെലുങ്കിൽ അത്രയും അങ്ങോട്ട് വന്നില്ലെങ്കിലും തെലുങ്കിലും വിദേശ മാർക്കറ്റുകളിലും ഇതുപോലെയുള്ള വലിയ പ്രകടനം നടത്താൻ സാധിച്ചു. അതാണ് ആ ഒരു വലിയ ഫൈനൽ കളക്ഷനിലേക്ക് വരാൻ ആ സിനിമയെ സാധിച്ചത്. എന്ത് തന്നെയാലും മാർക്കോ ഇപ്പോൾ 3.25 മില്യൺ ഡോളറുമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും കിഷ്കിന്ദ കാണ്ഡത്തെയും ടർബോയെയും ARMനെയും ഗുരുവായൂർ അമ്പലനടയെയും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയെയും മറിച്ചിടാൻ സിനിമയ്ക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. പ്രേമലുവിന്റെ 5 മില്യൺ ഡോളറിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് മാത്രമാണ് ഇനി നോക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊറിയയിൽ സിനിമ റിലീസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് സത്യമാണ് എന്നുണ്ടെങ്കിൽ ഈ 5 കഴിഞ്ഞ് 15 എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഒരുപക്ഷെ മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ കളക്ഷൻ കിട്ടാൻ പോകുന്ന ചിത്രമായിട്ട് ടർബോ മാറിയാലും അത്ഭുതപ്പെടാനില്ല. സിനിമയുടെ ആ ഒരു പവർ വച്ചിട്ട് പല രാജ്യങ്ങളിലും സിനിമയ്ക്ക് റിലീസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഈ പറഞ്ഞ ക്രൈം സിനിമകളെ ഇഷ്ടപ്പെടുന്ന പല രാജ്യങ്ങളിലും സിനിമയ്ക്ക് വലിയ റിലീസ് കിട്ടാൻ സാധ്യതയുണ്ട്. എന്തിനേലും കാത്തിരിക്കാം സിനിമയുടെ ഫൈനൽ കളക്ഷൻ വരുന്നതിന് വേണ്ടി. അപ്പൊ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സ് ആണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് 8.80 മില്യൺ ഡോളറുമായിട്ട്. ആടുജീവിതം 2-ാമത് നിൽക്കുന്നു 7.13 മില്യൺ ഡോളറുമായിട്ട്. ആവേശം 6.58 മില്യൺ ഡോളറുമായിട്ട് 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു. പ്രേമലു എന്ന് പറയുന്ന സിനിമ 5.07 മില്യൺ ഡോളറുമായിട്ട് അടുത്ത സ്ഥാനത്ത് നിൽക്കുന്നു. 4-ാം സ്ഥാനത്ത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ 4.38 മില്യൺ ഡോളറുമായിട്ട് 5-ാം സ്ഥാനം നിൽക്കുമ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ 4.18 മില്യൺ ഡോളറുമായിട്ട് 6-ാം സ്ഥാനത്തും ARM 7-ാം സ്ഥാനത്ത് 3.89 മില്യണുമായിട്ട് ടർബോ 8-ാം സ്ഥാനത്ത് 3.77 മില്യൺ ഡോളറുമായിട്ട് കിഷ്കിന്ദ കാണ്ഡം 3.59 ഡോളറുമായിട്ട് 9-ാം സ്ഥാനത്ത്. മാർക്കോ 10-ാം സ്ഥാനത്ത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. കാണാം എങ്ങനെയാണ് സംഭവം വർക്കൗട്ട് ആവുന്നതെന്ന്. എന്ത് തന്നെയാലും ഈ വർഷം തുടങ്ങിയിരിക്കുന്ന ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് നല്ലൊരു വിജയത്തിലേക്ക് സിനിമ മാറുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സമ്മിശ്ര പ്രതികരണമാണ് എന്നുണ്ടെങ്കിലും സക്സസ് ആവാൻ പാകത്തിനുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കാം. ഓക്കെ, അപ്പുറത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.